നമസ്കാരം. എന്തിനാണ് യന്ത്രങ്ങൾ ധരിക്കുന്നത്? എന്തിനു വേണ്ടിയൊക്കെയാണ് നമുക്ക് യന്ത്രങ്ങൾ ധരിക്കുന്നത്? പൂജാ പരിഹാരങ്ങളൊക്കെ സമയത്ത് ചിലർ ഏലസുകളൊക്കെ ധരിക്കുമ്പോൾ ചോദിക്കും, എന്തിനു വേണ്ടിയാണ് യന്ത്രങ്ങൾ ധരിക്കുന്നത്? പ്രത്യേകിച്ച് സൂക്ഷ്മമായ മന്ത്രശക്തിയുടെ സ്ഥൂല രൂപമാണ് യന്ത്രം എന്ന് പറയുന്നത്. ഉപാസ്യാദേവതയുടെ മൂർത്തമായൊരു പ്രതിരൂപമാണ് യന്ത്രങ്ങൾ. രക്ഷ, കാര്യസിദ്ധി, വശ്യം, അതുപോലെ നിഗ്രഹം, രോഗശമനം, സ്തംഭനം ചെയ്യുക, ആകർഷണം, വിദ്വേഷണം, ഉച്ചാടനം, വശ്യങ്ങൾ, ഇവയൊക്കെ നമുക്ക് യന്ത്രം ധരിക്കാം. നമ്മൾ പ്രത്യേക ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹസിദ്ധിക്ക് പോലും നമുക്ക് യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രം തയ്യാറാക്കുന്ന രീതി എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം. യഥാവിധി നമ്മൾ അതിനെ യഥാവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് വിധികളുണ്ട്. ആ വിധി പ്രകാരം നമുക്ക് ശത്രുബാധ മാറുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് ബാധാദോഷങ്ങൾ അകലുന്നതിന്, ശത്രുദോഷം അകലുന്നതിന്, ഉദ്ദേശ കാര്യസിദ്ധിക്കെല്ലാം നമുക്ക് യന്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. എന്തിനു വേണ്ടി ധരിക്കുന്നു എന്നത് മറ്റൊരാൾ അറിയാതിരിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. നമ്മൾ ധരിച്ച യന്ത്രം ഇന്നതിനു വേണ്ടിയാണെന്ന് മറ്റൊരാളോട് നമ്മളത് ഷെയർ ചെയ്യാതിരിക്കുന്നതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ യന്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് ഈ വിധ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആകാവുന്നതാണ്.